ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അജയ് ആണെങ്കിൽ നമ്മുടെ ഭൂമിനെ എഗ്രിമെൻ്റ് പ്രകാരം വിവാഹം കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമിയും തനിക്ക് ഇപ്പോൾ ആരും തന്നെ ഇല്ല, തൻ്റെ അമ്മ ജയിലിലാണ്, അച്ഛനാണെങ്കിൽ മരണപ്പെട്ടു പോയി. ഇനി താൻ ഒറ്റപ്പെട്ടു നിന്ന ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ അജയ് ആണെങ്കിൽ ഭൂമിയോട് ഇങ്ങനൊരു ഓഫർ പറയുന്നത്. അതുമാത്രമല്ല, തൻ്റെ അമ്മേനെ നിരപരാധിയാണെങ്കിൽ ഇറക്കിക്കൊണ്ടുവരുമെന്ന് വാക്കുകൂടെ കൊടുക്കുന്നുണ്ട് അജയ്. ആ വാക്കിൻ പ്രകാരമായിരിക്കും കേട്ടോ നമ്മുടെ ഭൂമിയാണെങ്കിൽ ഈ ഒരു എഗ്രിമെൻ്റ് വിവാഹത്തിന് സമ്മതിക്കുന്നത്. അങ്ങനെ എഗ്രിമെൻ്റ് വിവാഹമൊക്കെ കഴിഞ്ഞ് ഭൂമിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അജയ്. ആദ്യമൊക്കെ എല്ലാവരും എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും ഭൂമിയെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അതുമാത്രമല്ല, അജയുടെ ആഗ്രഹവും കൂടി ആയതുകൊണ്ട് തന്നെ ആരും എതിര് നിൽക്കുന്നില്ല കേട്ടോ. എല്ലാവരും ഈ വിവാഹത്തിന് സമ്മതിക്കുകയാണ് കേട്ടോ. എന്നാൽ ഭവാനിയും അഞ്ജനയും ഒഴികെ തീരാത്ത വൈരാഗ്യവും പകയും ഉണ്ടാവുകയാണ് കേട്ടോ അജയോടും അതുപോലെ തന്നെ ഭൂമിയോടും ഭവാനിക്കും മകൾക്കും. കാരണം ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അജയിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നല്ലോ. അപ്പോൾ എല്ലാം തകിടം മറിച്ച് നമ്മുടെ ഭൂമി തന്നെ ആ വീട്ടിലേക്ക് കയറി വന്നത് ഒട്ടും തന്നെ ഭവാനിക്ക് അങ്ങ് പിടിച്ചിട്ടില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ഭവാനിനെ ഭൂമിയെ തകർക്കണം, ഇല്ലാതാക്കണം എന്ന ഒരു ഒറ്റ ചിന്ത മാത്രമേ നമ്മുടെ ഭവാനിയുടെ മനസ്സിൽ ഇപ്പോഴുള്ളൂ. അതിനുവേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കാൻ കേട്ടോ നമ്മുടെ അഞ്ജനയും കൂടെ. അങ്ങനെ ഭൂമിനെ എല്ലാവരും തലയ്ക്ക് മുകളിൽ കയറ്റി വെച്ചിരിക്കണ കണ്ടിട്ട് അത് ഭവാനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കണില്ല കേട്ടോ. അഞ്ജനയ്ക്കും അത്രയ്ക്ക് അങ്ങ് സുഖിക്കണില്ലേ. അഞ്ജന പറയുന്നുണ്ട്, നമ്മളിപ്പോൾ വെറും കറിവേപ്പിലയാണ്, ഇവിടുത്തെ താരങ്ങൾ ഭൂമിയാണമ്മേ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഭവാനി പറയുന്നുണ്ട്, അവളുടെ അച്ഛനെ തീർക്കാൻ കഴിയുമെങ്കിൽ ഇതാണോ എനിക്ക് നിഷ്പ്രയാസം കഴിയുമോളെ, നീ വിഷമിക്കാതെ, അജയ് എന്നാണെങ്കിലും നിൻ്റെ കഴുത്തിൽ താലി കെട്ടുള്ളൂ. അത് ഞാൻ നിനക്ക് ഇപ്പോഴും വാക്ക് പറയുകയാണ്. ആ ഭൂമിയെ ഇല്ലാതാക്കി കളയും, ഈ ഭൂമിയിൽ തന്നെ ഞാൻ ഇല്ലാതാക്കി കളയും, അവസാനിപ്പിച്ച് കളയും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ അഞ്ജന പറഞ്ഞിട്ടുണ്ട്, ഇനി എന്തിനാമേ അവൾ വിവാഹം കഴിച്ചിട്ട് ഇനി എന്തിനാ എനിക്ക് അജയിനെ, ആ രണ്ടാം കെട്ടുകാരനെ ഇനി എന്തിനാ എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, അങ്ങനൊന്നും നീ മനസ്സ് മാറ്റിക്കളയല്ലേ. അജയിനെ തന്നെ നിനക്ക് വിവാഹം കഴിക്കണം, എന്നാലും നമ്മുടെ പദ്ധതികളും പ്ലാനുകളും ഒക്കെ നടക്കുകയുള്ളൂ. ഈ വീട്ടിലെ മഹാറാണിയെ പോലെ വാഴണമെങ്കിൽ അജയിനെ വിവാഹം കഴിക്കണം. മറ്റേത് വീട്ടിൽ പോയാലും കിട്ടുന്നത് പോലെയല്ല എന്നോർത്തോ. ഈ സ്വത്തുക്കളും മുഴുവൻ ഇനി തലമുറ കൈമാറി വരുമ്പോൾ അത് അജയ്ക്കുള്ളതാ, അത് അജയനെ വിവാഹം കഴിച്ചാൽ പിന്നെ നിനക്കുള്ളതാ. അത് നീ ഓർത്തു വെച്ചണം, നിനക്കും നിൻ്റെ കുട്ടികൾക്കും സുഖമായിട്ട് ജീവിക്കാനുള്ളതാ. അതുകൊണ്ട് അജയനെ വിട്ടൊരു കളിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അഞ്ജനയുടെ മനസ്സിൽ വീണ്ടും അജയനെ വിവാഹം കഴിക്കാനുള്ള ആ ഒരു വിഷം കുത്തിവെക്കുകയാണ് കേട്ടോ ഭവാനി. അങ്ങനെ ഒരിക്കൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ഭൂമിയൊക്കെ എണീക്കാൻ താമസിക്കും കേട്ടോ. ആ ഒരു സമയത്ത് ഭൂമിയുടെ മുറിയുടെ വാതിലിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഭവാനി ഡോറ് ചെറുതായിട്ട് തുറന്നു കിടക്കുമായിരിക്കും കേട്ടോ. ആ സമയത്ത് നിലത്തൊരു കിടക്ക കാണുകയാണ്. അപ്പോൾ നിലത്ത് ഒരു കിടക്കയും പിന്നെ കട്ടിലിൻ്റെ മേളിൽ ഒരാളും കിടക്കുന്നതായിട്ട് കാണുകയാണ് കേട്ടോ. ഇത് കണ്ട് വളരെ സന്തോഷിച്ച് ഓടി അഞ്ജനയുടെ അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ട് അഞ്ജനയോട് പറഞ്ഞിട്ട്, മോളെ, ഇവരുടെ വിവാഹത്തിൽ എന്തൊക്കെയോ ഒരു പന്തികേടുണ്ട്, നീ കണ്ടോ, ഞാനിപ്പോൾ ആ ഭൂമിയുടെ റൂമിൻ്റെ വാതിലേക്ക് കൂടെ വന്നത്, അവിടെ രണ്ട് കിടക്കയോ, അമ്മ എന്തായി പറഞ്ഞത്, നിലത്ത് പായിട്ട ആ കിടക്കുന്നത് അജയ് ആണെന്ന് തോന്നുന്നു, അവളും കട്ടിലും കിടപ്പുണ്ട്. അപ്പോൾ അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ എന്തെങ്കിലും ചെയ്താൽ അവൾ പുകഞ്ഞുകുളി പുറത്തായി പോയിക്കോളും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അഞ്ജനയ്ക്കും നമ്മുടെ ഭവാനിക്കും വീണ് കിട്ടിയ ഒരു അവസരം പോലെ അത് പ്രയോഗിക്കുകയാണ്. ഇതേ സമയത്ത് അഞ്ജനയുടെ സ്വഭാവമൊക്കെ മാറ്റാൻ പറയാൻ കേട്ടോ ഭവാനി പറയുന്നുണ്ട്, ഇനിയും നീ നിൻ്റെ പഴയ സ്വഭാവം എടുത്തുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലല്ലേ, ഇനിയെങ്കിലും കുറച്ച് സ്നേഹത്തോടെ മയത്തോടെയും പെരുമാറി കാര്യം സാധിച്ചെടുക്കണം. അല്ലാതെ നിൻ്റെ ദേഷ്യം അരിശമൊക്കെ അവൻ്റെ അടുത്ത് കാണിച്ചാൽ അവനത് പുല്ല് വില പോലും കൽപ്പിക്കില്ല. അതുകൊണ്ട് കുറച്ച് സ്നേഹത്തോടു കൂടി നിന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വഴിക്ക് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനും കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഭൂമി. ആ സമയത്ത് കിച്ചണിൽ തകൃതിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് ഭവാനി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ലഞ്ചൊക്കെ ആയോടി എന്ന് ചോദിക്കുമ്പോൾ, ആയി വരുന്നു, ഇനി കുറച്ച് മീനോടുണ്ട്, അതോടെ പൊരിക്കണം. എന്താ ഇത്ര താമസം, അടുക്കളക്കാരിയായിട്ട് വാഴുന്നവളല്ല നീ, നിനക്ക് ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതല്ലേ, പിന്നെ ഇവിടെ എന്താ അത്ര താമസം എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ, അപ്പോൾ കുറച്ച് താമസമൊക്കെ വരും, എന്നാലും താമസിച്ചില്ലല്ലോ, കൃത്യം 1 മണിക്ക് തന്നെ ഫുഡ് മേശപ്പുറത്തെത്തും എന്ന് പറയാൻ കേട്ടോ.
അപ്പോൾ ഭവാനി പറയുന്നുണ്ട്, ഇതൊക്കെ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ, ഈ അടുക്കള ജീവിതവും പാത്രം കഴുകലും ഒക്കെ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഈ സൗഭാഗ്യമംഗലത്തെ റാണിയായിട്ട് വാഴുകയൊന്നും നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കെട്ടും കിടക്കൊക്കെ ആയിട്ട് പോകുന്ന നിനക്ക് നല്ലത് എന്നൊക്കെ പറയാൻ കേട്ടോ. എൻ്റെ മകൾ വാഴേണ്ട സ്ഥാനത്താണ് നീ ഇപ്പോൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. എൻ്റെ മകളുടെ കഴുത്തിൽ ചാർത്തേണ്ട താലിയാണ് നീ ചാർത്തിയിരിക്കുന്നത്. അത് അത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭൂമിയെ അങ്ങ് എരിപിരി കയറ്റുകയാണ്. ഈ സമയത്ത് ഭൂമി പറയുന്നുണ്ട്, നിങ്ങളുടെ മകളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അജയേട്ടൻ എന്നെ വിവാഹം കഴിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കുകയുള്ളൂ. അവളുടെ തന്നിഷ്ടക്കാരിയെ പോലെയുള്ള നടത്തവും ആമ്പിള്ളാരെ പോലെയുള്ള കുടിയും വലിയും അവൾക്കില്ലാത്ത ദുസ്വഭാവങ്ങളൊന്നുമില്ലല്ലോ. ആദ്യം നിങ്ങളുടെ മകളുടെ സ്വഭാവം നന്നാക്കാൻ പറ, എന്നിട്ട് ബാക്കിയുള്ളവരോട് പറയാൻ വന്നാൽ മതി എന്ന് പറയാനും കേട്ടോ. അങ്ങനെ ഭവാനിക്ക് 2 കൊട്ടു കൊടുക്കാനും കേട്ടോ നമ്മുടെ ഭൂമി. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ അജയേട്ടൻ്റെ ഭാര്യയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ജീവിതകാലം മുഴുവൻ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതാര് വിചാരിച്ചാലും മാറ്റാനും പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. നിങ്ങളെപ്പോലെ ചുമ്മാ ജോലിയും കൂലിയും ഇല്ലാതെ ചുമ്മാ ഇരിക്കുമല്ല ഞാൻ നല്ല അധ്വാനിക്കുന്നുണ്ട്. ഈ വീട്ടിൽ കിടന്നിട്ട് എല്ലാവർക്കും നല്ല എല്ലാവരുടെ മനസ്സും വയറും നിറയ്ക്കുന്ന പോലെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതും ഒരു തരത്തിലൊരു ഡ്യൂട്ടിയാണ്. അല്ലാതെ നിങ്ങളെപ്പോലെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കൊതിയെന്നുണയും പറയുമല്ല എന്ന് പറഞ്ഞ് ഭവാനിക്ക് 2 കൊട്ടു കൊടുത്തിട്ട് നമ്മുടെ ഭൂമി അങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമിയാണെങ്കിൽ ഭൂമിയുടെ ഈ പറച്ചിലൊക്കെ കേട്ടിട്ട് ഭവാനിക്ക് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. പിന്നെയും പിന്നാലെ ചെല്ലുകയാണ് കേട്ടോ ഭവാനി. എന്നിട്ട് പറയേണ്ട, നീ അജയേട്ടൻ 100 പ്രാവശ്യം പറയുന്നുണ്ടല്ലോ, പക്ഷേ നിങ്ങൾക്കിടയിൽ ഈ സ്നേഹവും ഈ സന്തോഷവും അതൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. അല്ല, നിങ്ങൾ താഴെ മേളുമായിട്ടാണ് കിടക്കുന്നതൊക്കെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഭൂമി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതൊക്കെ ഇവരെപ്പോൾ കണ്ടു? ഇനി റൂമിൽ വല്ല CCTV വെച്ചിട്ടുണ്ടോ? ഒളിഞ്ഞു നോട്ടക്കാരി എന്നിങ്ങനെ പറയാൻ കേട്ടോ. അല്ല, ഞങ്ങളങ്ങനെ കിടന്നത് നിങ്ങളെങ്ങനെ അറിയുന്നത്? ഞങ്ങളുടെ ബെഡ്റൂമിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെങ്ങനെ അറിയും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ അറിയും. എന്തായാലും നീ വലിയ വീമ്പിളക്കിയപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങൾ മാതൃകാ ദമ്പതിമാരാണെന്ന്. പക്ഷേ അങ്ങനൊന്നും അല്ല. നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അധികം വൈകാതെ ഞാനത് കണ്ടുപിടിച്ചോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമി പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടുപിടിക്കാൻ ഇങ്ങനെ നടന്നോ? അതെ, ഞാനും എൻ്റെ അജയേട്ടനും തമ്മിൽ ഒരുവിധ പ്രശ്നങ്ങളും ഇല്ല. നിങ്ങളിപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ കണ്ടോ എനിക്ക് അജയേട്ടനോടുള്ള അജയേട്ടന് എന്നോടുള്ള സ്നേഹവും നിങ്ങൾ കണ്ടോ? പിന്നെ ഞങ്ങൾ താഴെ മേളിൽ കിടന്നതിൻ്റെ കാര്യം, എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു രാത്രിയിലല്ല. അപ്പോൾ അജയേട്ടൻ ഇനി അത് പിടിക്കണ്ട, ഓഫീസിലൊക്കെ പോകണ്ടല്ലേ, ഡ്യൂട്ടി ഉള്ളതല്ലേ എന്ന് കരുതി ഞാനാ മാറി കിടക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും ഒരുമിച്ചാണ് കിടക്കാറ്. ഇനി വിളിക്കാവേ കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് കളിയാക്കിയിട്ട് അങ്ങ് പോകുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അജയ്. ഈ സമയത്ത് എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുക്കുകയാണ് ഭൂമി. എല്ലാവരും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണേ. അപ്പോൾ അജയ്ക്ക് കുറച്ചുകൂടെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് വിളമ്പി കൊടുക്കുകയാണേ. അപ്പോൾ അജയ് ഓർക്കുകയാണ്, ഇതെന്താ ഇവൾക്ക് ഇന്ന് ഇതെന്ത് പറ്റി എന്നിങ്ങനെ അറിയിക്കുക. ഞാൻ കഴിച്ചോളാം, മതി എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഭവാനീനെ കാണിക്കാൻ വേണ്ടിയിട്ടാണേ. എന്നിട്ട് ഞാൻ കഴിച്ചോളാം, മതി ഭൂമി മതി എന്നിങ്ങനെ പറയുകയാണേ. ആ സമയത്ത് ഇത് നോക്കി, ഇതൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട വിഭവം ഞാൻ ഉണ്ടാക്കി കൊടുത്ത എന്നൊക്കെ പറയുകയാണേ. ആ സമയത്ത് ഇങ്ങനെ അജയ് ആണെങ്കിൽ ഭൂമിയുടെ അടുക്കൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നീങ്ങി നിന്നിട്ട് ചോദിക്കുന്നു, നിനക്കിത് എന്താ പറ്റിയത്? നീ എന്തിനിങ്ങനെ ഓവറാക്കി ചളവാക്കല്ലേ എന്ന് പറയുമ്പോൾ, ഓവറാക്കിയതല്ല, നിങ്ങളുടെ ഭവാനി അപ്പച്ചി ഉണ്ടല്ലോ, അപ്പച്ചിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. നമ്മൾ ഇന്ന് താഴ്മയുള്ള കിടന്നേന്നോ അങ്ങനെ ഇങ്ങനെയാണോ നിങ്ങൾ തമ്മിൽ സ്നേഹമില്ലാന്നൊക്കെയോ പറയുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് അഭിനയിച്ചതല്ലേ, നിങ്ങളും കുറച്ച് അഭിനയിച്ച് തകർക്ക് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ അജയ് പറയുന്നുണ്ട്, അങ്ങനെയാണോ? അല്ല ഭൂമി, നീയും കൂടി ഇരിക്കുക നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ മോളെ നീയും കൂടി ഇരിക്കും മോളെ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറയുകയാണേ. അങ്ങനെ ഭൂമിയും കൂടി ഇരിക്കുകയാണ്. അത് കാണുമ്പോൾ നമ്മുടെ ഭവാനിക്കും അഞ്ജനയ്ക്കും അത്ര പിടിക്കണില്ല കേട്ടോ. 2 പേരുടെ മുഖം അങ്ങ് മാറുകയാണേ. ഈ സമയത്ത് ഭൂമി ഇരിക്കുമ്പോൾ ഭൂമിക്ക് അജയ് പറയാണ്, ഞാൻ വിളമ്പിത്തരാം, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ വിളമ്പി കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടുകൂടി വിളമ്പി കൊടുക്കാൻ കേട്ടോ അജയ്. എന്നിട്ട് ഭൂമിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വാരി തരണോ എന്ന് ചോദിക്കുമ്പോൾ, എന്താ ചേട്ടാ എനിക്ക് വാരിയൊന്നും തരേണ്ട, ഈ അജയേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശിയും അമ്മയും ഒക്കെ ചിരിക്കുകയാണേ. പക്ഷേ അതൊന്നും ഭവാനിക്കും അതുപോലെ തന്നെ അഞ്ജനയ്ക്കും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കണില്ല കേട്ടോ. എന്നിട്ട് ഭവാനി പറഞ്ഞിട്ട്, ഇത് എന്ത് കൂത്തുകളൊക്കെ, ഡൈനിങ് ടേബിളിൽ വന്നിട്ടാണ് നിങ്ങളുടെ റൊമാൻസൊക്കെ, അതൊക്കെ നിങ്ങളുടെ റൂമിൽ വെച്ചാൽ മതി. ഇവിടെ അതേ പ്രായപൂർത്തിയായ പെൺകുട്ടിയും അതുപോലെ തന്നെ മുതിർന്നവരും ഒക്കെ ഉള്ളതാണ്, കുറച്ച് മര്യാദകൾ പാലിക്കുന്നത് നല്ലതാ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ മര്യാദയും ഈ മുതിർന്നവരാണെന്നൊക്കെയുള്ള ചിന്ത എപ്പോഴാണ് നിനക്ക് ഇങ്ങനെ വന്നത്? എപ്പോഴാണ് നിൻ്റെ ശരീരത്ത് പൊട്ടി മുളച്ചത്? എന്നിട്ട് നീ നിൻ്റെ മകളെ അങ്ങനെയൊന്നും അല്ലല്ലോ വളർത്തിയത്, നീ കള്ളും കഞ്ചാവും ഒക്കെ അടുപ്പിച്ചല്ലേ നീ നിൻ്റെ മകളെ വളർത്തിയത്. എന്നിട്ട് പറയാണ്, അല്ല ഒരു ഭാര്യയും ഭർത്താവും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതാണോ നീ
നിൻ്റെ കണ്ണിൽ തെറ്റായിട്ട് തോന്നിയത്? പരസ്പരം വന്ന് ഭക്ഷണം ഊട്ടി കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ എന്താ തെറ്റ്? എടാ അജയ്, നീ എന്നാ ഭൂമിയുടെ വായിൽ കുറച്ച് ഭക്ഷണം വാരി വെച്ച് കൊടുത്തേ. ഭൂമി, നീയും കൂടെ അജയ്ക്ക് വാരി കൊടുത്തേ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാനിന്ന് കാണട്ടെ. നിങ്ങളുടെയൊക്കെ മുത്തശ്ശൻ അങ്ങേരുണ്ടല്ലോ, എത്ര തവണ എനിക്ക് വാരി തന്നിരിക്കുന്നു, എത്ര തവണ ഞാൻ അങ്ങേർക്ക് വാരി കൊടുത്തിരിക്കുന്നു. ആ മുത്തശ്ശൻ്റെ പേരൊക്കെച്ചല്ലേ ഇരിക്കുന്ന അജയ്, അപ്പോൾ അവനും ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അജയ് ആണെങ്കിൽ മുത്തശ്ശി പറഞ്ഞത് കൊണ്ട് നിവർത്തിയില്ലാതെ ഭൂമിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. ഭൂമിയും തിരിച്ച് വാരി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അജയ് ആണെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ഇരിക്കുകയായിരിക്കും കേട്ടോ. ഈ സമയത്ത് അഞ്ജന അവിടേക്ക് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അഞ്ജന വരുമ്പോഴത്തേക്കിന് പെട്ടെന്ന് അജയ് അവിടെ നിന്നും ഒഴിഞ്ഞു മാറിപ്പോകാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് അഞ്ജന വന്നിട്ട് പറഞ്ഞിട്ട്, എന്താ അജയേട്ടാ, അജയ് എന്തിനാ ഇങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അജയനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതോ? ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ അജയ്ക്ക് എന്നെ ഇഷ്ടമല്ല, ഭൂമിനെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു. ഇനി എന്തായാലും നമ്മൾ കസിൻസ് അല്ലേ, ആ ഒരു സ്പിരിറ്റിലെല്ലാം എടുക്കത്തില്ലേ? എന്നോട് എപ്പോഴും ദേഷ്യവും വാശിയും ഒക്കെയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അജയ് പറയുന്നുണ്ട്, എനിക്ക് ആരോടും ഒരു ദേഷ്യവും വാശിയില്ല, നീയല്ലേ ഇങ്ങനെ എപ്പോഴും ഓരോന്നോരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിന്നോടൊന്നും പറയുന്നത്. പിന്നെ നിനക്ക് എന്നോട് ദേഷ്യമല്ലേ, ഞാൻ ഭൂമിയെ വിവാഹം കഴിച്ചത് നിനക്കൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ അഞ്ജന പറഞ്ഞത്, ശരിയാ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ആദ്യമൊക്കെ എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി, ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. അജയ് പഴയതുപോലെ എന്നോട് സ്നേഹത്തോടെയൊക്കെ ഒന്ന് മിണ്ടിയാൽ മതി, അത് മാത്രം മതി എനിക്കെന്ന് പറയുകയാണേ. അപ്പോൾ നമ്മുടെ അജയുടെ മനസ്സ് മാറുകയാണ് കേട്ടോ. നമ്മുടെ അഞ്ജന നല്ല കുട്ടിയായി എന്നൊക്കെ തോന്നുകയാണ് കേട്ടോ അജയ്ക്ക്. അങ്ങനെ അജയ് പറയുന്നുണ്ട്, നിന്നോട് എനിക്ക് ഒരു വെറുപ്പും ദേഷ്യമില്ല, പക്ഷെ നിൻ്റെ പ്രായത്തിൻ്റേതായിട്ടുള്ള ഒരു നിനക്കെന്ന് എനിക്കിപ്പം മനസ്സിലായി. നീ നന്നായിട്ട് ഇപ്പം നല്ലൊരു ജോലിക്ക് ശ്രമിക്കുക, എത്രയും പെട്ടെന്ന് നിൻ്റെ വിവാഹം കൂടെ നടത്തണം, അതാ ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുകയാണേ. ആ സമയത്ത് നമ്മുടെ അഞ്ജന പറഞ്ഞിട്ട്, അതിന് നീ മനസ്സ് വെച്ചാൽ പോരെ, എന്താ അല്ല നീയും കൂടെ മനസ്സ് വെച്ച് എല്ലാവരോടും പറഞ്ഞാൽ മതി, ഞാൻ നല്ല കുട്ടിയായി എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഭവാനിയാണെങ്കിൽ ഭൂമിയോട് പറയുന്നുണ്ട്, നീ ഒന്ന് വന്നേ, മുകളിൽ ഒരു കാര്യമുണ്ട്, മുകളിലെ കുറച്ച് തുണി ഇട്ടിട്ടുണ്ട്, അതൊന്നും എടുക്കാൻ വന്നേ എന്ന് പറഞ്ഞിട്ട് ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഭവാനി. ഈ സമയത്ത് നമ്മുടെ അഞ്ജനയാണെങ്കിൽ ഇങ്ങനെ വീഴുന്ന പോലെ ആക്ട് ചെയ്യാൻ കേട്ടോ അജയുടെ മുൻപിൽ. അങ്ങനെ വീണ് കിടക്കുന്ന പോലെ ആക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അജയ് ഇങ്ങനെ കോരി എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറ്റി നിനക്ക്, എങ്ങനെ വീണേ, നീ ശ്രദ്ധിച്ച് നടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഹത്തൊക്കെ ഇങ്ങനെ തൂത്തു കൊടുക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെ പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അത് കണ്ടുകൊണ്ടായിരിക്കും കേട്ടോ നമ്മുടെ ഭൂമി പറഞ്ഞത്. അത് കണ്ടിട്ട് ഭൂമിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അഞ്ജന ഭൂമിയെ കണ്ടുടനെ നമ്മുടെ അജയുടെ തോളിലേക്ക് ചാരുകയാണ്. യോ അജയ്, എന്താ അജയ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ തോളിലേക്ക് ചായാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് വന്ന ഭൂമിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭവാനി പറഞ്ഞിട്ട്, ഇവരിവിടെ ഉണ്ടായിരുന്നോ, ഞാനത് ഓർത്തില്ല, എന്നാൽ ഭൂമി നമുക്ക് താഴേക്ക് പോകാം, അവർ സംസാരിക്കുവാന്ന് തോന്നുന്നു, നമുക്ക് താഴേക്ക് പോകാം, എന്തിനാ നമ്മൾ വെറുതെ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നത് എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കിനും ഭൂമിക്ക് ദേഷ്യം വരികയാണ്. ഭൂമി അങ്ങനെ അങ്ങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ റൂമിൽ ചെന്നിരിക്കുന്ന ഭൂമിക്കാണെങ്കിൽ അജയും അഞ്ജനയും ഒന്നിച്ചിരിക്കുന്ന കണ്ടിട്ട് അതങ്ങ് സഹിക്കണില്ല കേട്ടോ. കാരണം ഭൂമിക്ക് എഗ്രിമെൻ്റ് വിവാഹം ആണെങ്കിൽ പോലും ഭൂമി പതിയെ അജയനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അജയനെ മനസ്സിൽ സ്നേഹിക്കാനും പ്രണയിക്കാനും തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അഞ്ജനയും ഒപ്പമായിട്ടുള്ള ആ നിമിഷങ്ങൾ കാണുമ്പോൾ ഭൂമിക്ക് അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഭൂമി ആകെ ഡിസപ്പോയിൻ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭൂമിയുടെ ആ ഒരു ഇരുത്തം, ആ ഒരു ഒന്നും മിണ്ടാതെയുള്ള ഒരു ഇതൊക്കെ കാണുമ്പോൾ ഭവാനി അഞ്ജനയോട് പറയുന്നുണ്ട്, നമ്മൾ സംഗതി ഏറ്റു എന്ന് തോന്നുന്നത്, ഇനി ഇതിൽ പിടിച്ചങ്ങ് കയറിക്കോണം, ഇവർ തമ്മിൽ ചെറിയ വഴക്കുകൾ ഇപ്പോൾ ആരംഭിച്ചോളും, അത് കഴിയുമ്പോൾ വലിയ ഇടിനാശവും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകും, അതിൽ പിടിച്ച് നമുക്ക് കയറണം എന്നൊക്കെ പറയാൻ കേട്ടോ.